മിനിഞ്ഞാന്നാണ് ഞാൻ നിങ്ങളോട് നാസിക്കിലെ TCSൽ നടക്കുന്ന സംഭവങ്ങളെ പറ്റി പറഞ്ഞത്. ലവ് ജിഹാദാണ് വിഷയം. ലവ് പോലും ഇല്ല, ഇപ്പോൾ പച്ചയ്ക്കങ്ങ് ജിഹാദായി. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വലിയ പൊട്ടിത്തെറിയൊക്കെ ടാറ്റയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ടാറ്റയുടെ ഡയറക്ടർ ബോർഡിൽ തന്നെ അതിൻ്റെ പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കേസ് മുന്നോട്ട് പോകുന്നു. അതിനിടയ്ക്ക് കേസിൽ ട്വിസ്റ്റ് ഉണ്ടായി. എന്താണെന്നറിയാമോ? ട്വിസ്റ്റ് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. അത് രാജ്ദീപ് സർദാർ എടുത്തിട്ട് ഭൂലോകം മുഴുവൻ എത്തിച്ചിട്ടുണ്ട്. ട്വിസ്റ്റ് ഇതാണ്: അതിനകത്തെ ഒരു കുറ്റാരോപിതൻ്റെ ഭാര്യ പറഞ്ഞു, എൻ്റെ ഭർത്താവ് നിരപരാധിയാണ്, അങ്ങേര് ഇങ്ങനെയൊന്നും ചെയ്യാറില്ല, അങ്ങേര് വെജിറ്റേറിയനാണ്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങേര് ഉച്ചഭക്ഷണത്തിൽ ബീഫോ പോട്ടെ നോൺ വെജിറ്റേറിയൻ ഒരു സാധനവും കൊണ്ടുപോകാറില്ല. അത്രയ്ക്ക് സാത്വികനായ മനുഷ്യനാണ്, പുള്ളി പാവമാണ്. ട്വിസ്റ്റ്. എന്ത് ട്വിസ്റ്റ്? എല്ലാവരും അവരവരുടെ ഭർത്താവ് നിരപരാധിയാണെന്നല്ലേ പറയുള്ളൂ. അല്ലെ, എൻ്റെ ഭർത്താവ് കൊള്ളരുതാത്തവനാണ്, അയാളെ പോലീസ് പിടിച്ചത് നന്നായിന്ന് ചരിത്രത്തിൽ ഇന്നുവരെ ഏതെങ്കിലും ഭാര്യ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കുറഞ്ഞ വർഷം തുടക്കത്തിൽ ഇല്ലല്ലോ. എല്ലാ തരത്തിലും പൂട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ സമ്മതിച്ചു. ഇങ്ങനെയൊക്കെ ഉള്ള കലാപരിപാടികൾ നാസിക്കിൽ നടക്കുമ്പോൾ, നാസിക്കിൽ നിന്ന് വടക്ക് കിഴക്കായിട്ടുള്ള വേറൊരു പട്ടണമാണ് അമരാവതി. വളരെ പുരാതനമായൊരു സ്ഥലം കേട്ടോ. അമരാവതിയും ചരിത്രമുറങ്ങുന്നൊരു സ്ഥലമാണ്. അമരാവതി യൂണിവേഴ്സിറ്റി വളരെ പഴയ യൂണിവേഴ്സിറ്റിയാണ്. പേരുകേട്ട, മഹാരാഷ്ട്രയിലെ വലിയ പേരുകേട്ട യൂണിവേഴ്സിറ്റിയാണ് അമരാവതി. അങ്ങനെയുള്ള ഒരു പട്ടണം, ഒരു മീഡിയം സൈസ് പട്ടണം. ഇപ്പോൾ അത് ഞാൻ പോകുന്ന കാലത്തൊരു മീഡിയം സൈസ് പട്ടണമായിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ വളരെ വലുതായി കാണുമായിരിക്കും. അമരാവതിയിൽ നിന്ന് ഇതുപോലത്തെ ഒരു റിപ്പോർട്ട് വരുന്നു. വളരെ വിചിത്രമായ റിപ്പോർട്ടാണ്. 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അയാൾ 150 മുതൽ 180 വരെ മൈനർ പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്ത് അതിൻ്റെ വീഡിയോ എടുത്ത് പോൺ സൈറ്റുകളിൽ എത്തിച്ച് കാശുണ്ടാക്കുന്നു. ഇപ്പം ഈ ചെറുപ്പക്കാരൻ ഒരു ബ്രാഹ്മണനാണ്. 150-ൽ 150 അല്ലെങ്കിൽ 180-ൽ 180 ദളിത് പെൺകുട്ടികളാണെന്ന് വയ്ക്കുക. ഇതിനോടകം കേരളം പൊട്ടിത്തെറിച്ച് മനുഷ്യന് വഴി നടക്കാൻ മേലാത്ത രീതിയിൽ തീ പിടിപ്പിച്ചതിന് നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൂടെ. പക്ഷേ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യില്ല. കാര്യമെന്താ? ഈ ചെറുക്കൻ മുസ്ലിമാണ്, ഈ പെൺകുട്ടികൾ ഹിന്ദുവാണ്. അതിൽ ദളിത് ഉണ്ടാവും, ദളിത് അല്ലാത്തതുണ്ടാവും. ആർക്കും അതിൻ്റെ എണ്ണം അറിഞ്ഞുകൂടാ. പക്ഷെ പയ്യൻ മുസ്ലിമാണെന്ന് പറഞ്ഞപ്പോൾ പമ്മിപ്പോയി കേരളത്തെ മാധ്യമങ്ങൾ. അയ്യോട് മിണ്ടണ്ട, പുറത്ത് നമ്മളായിട്ട് പുറത്ത് പറയണ്ട. സോഷ്യൽ മീഡിയ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അത് ആ മോൻ്റെ അവർ കുറച്ച് പേരുണ്ട്, അവരിങ്ങനെ ബഹളമൊക്കെ വെച്ചുകൊണ്ടാണ്. ആരൊക്കെ മൈൻഡ് പോകാൻ പറയുന്നു. ഇതാണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ചു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ 19 വയസ്സുള്ള ചെറുക്കൻ ഈ ട്യൂഷൻ ക്ലാസ്സിലും കോച്ചിങ് ക്ലാസ്സിലും ഒക്കെ പോകുമല്ലോ. പഴയ കാലമൊന്നുമല്ലപ്പോൾ. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പള്ളിക്കൂടത്തിൽ സാറ് പഠിപ്പിക്കും. പിന്നെ ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ പുറകിലാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വിഷയത്തിന് ട്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു സാറിൻ്റെ വീട്ടിൽ പോയിട്ട് പ്രത്യേകം പഠിക്കും. പിന്നെ ഗൈഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമൊക്കെ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ചില ചില്ലറ പരിപാടികൾ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ക്ലാസ്സിൽ പോകുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് കോച്ചിങ് ക്ലാസ്സിൽ പോവുക എന്നുള്ളത്. കോച്ചിങ് ആണ്, തയ്യാറെടുപ്പാണ്. ഈ ഒളിമ്പിക്സിനൊക്കെ കോച്ചൊക്കെ നിർത്തി കോച്ചിങ് നടക്കില്ലേ, അതുപോലത്തെ പരിപാടിയാണ് പരീക്ഷ എഴുതാനായിട്ട്. അപ്പോൾ ഈ കോച്ചിങ്ങിനൊക്കെ പെൺപിള്ളേരെ വിടാതിരിക്കാൻ പറ്റില്ല. വിട്ട് കഴിഞ്ഞാൽ ഈ പെൺപിള്ളേരുടെ പിന്നാലെ ഭൂതക്കണ്ണാടിയും വെച്ച് അച്ഛനും അമ്മയ്ക്കും നടക്കാൻ പറ്റുമോ? അതുമില്ല. ഇവർ രാവിലെ പോയി കഴിഞ്ഞാൽ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു ആർക്കറിയാം. വൈകുന്നേരം വരുന്ന പെങ്കൊച്ച് നേരെ കയറി വാതിലടയ്ക്കും. എടി കഞ്ഞി കുടിച്ചിട്ട് കിടക്കടി എന്ന് പറഞ്ഞാൽ ഞാൻ കുടിച്ചോളാം, അമ്മ കിടക്കുന്നു പറഞ്ഞിട്ട് ദേഷ്യപ്പെടും. ഇവള് ദേഷ്യപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് അമ്മ മിണ്ടാതെയാവും. അല്ലെങ്കിൽ അച്ഛനോട് പറയും, നിങ്ങളൊന്ന് പറ എടി, വെറുതെ അവളെ ഉപദ്രവിക്കാതെ, അവൾക്ക് വിശക്കുമ്പോൾ അവളുടെ അടുത്ത് കാണും, നീ നിന്റെ പാട് നോക്കും എന്ന് പറഞ്ഞ് അച്ഛൻ്റെ ജോലിയിൽ പോകും. ഇങ്ങനെയാണ് സാധാരണ ഒരു വീട്ടിൽ നടക്കുന്നത്. ഈ പെങ്കൊച്ച് വിചാരിച്ചാലല്ലാതെ ആ വാതിൽ തുറക്കാൻ പറ്റില്ല. എല്ലാ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സ്വന്തമായ മുറിയുണ്ട്. ഞാനൊക്കെ ഈ സ്വന്തം മുറിയുടെ ലക്ഷറി അറിയുന്നത് ഒരു
14 വയസ്സൊക്കെ ഇപ്പോൾ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ. ഇപ്പോഴത്തെ പ്ലസ് ടുവിന് ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ അച്ഛനുമായിട്ട് വാൻ യുദ്ധം നടത്തി. എന്തിനാണ് നിനക്ക് വേറൊരു മുറി എന്ന് ചോദിച്ചാൽ എനിക്കതിന് സമാധാനം പറയാനുമില്ല. എനിക്ക് പഠിക്കാനാണ്. പഠിക്കാൻ നീ ഇവിടെ ഇരുന്നുകൊണ്ട് പഠിച്ചു, ആര് നിന്നെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ചുരുക്കി പറഞ്ഞ സംഗതി നടക്കില്ല. അവസാനം പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ ഞാൻ സത്യാഗ്രഹം ഇരുന്നിട്ട് ഒരു കണക്കിന് ഒരു ചായ്പ് ഇറക്കി തന്നു. അതിന് ഈ പറയുന്ന പ്രൈവസി ഒന്നുമില്ല. ഒരു അല്പം സ്വകാര്യ സ്പേസ് എനിക്ക് പറയാൻ പറ്റും. ആർക്കെപ്പോൾ വേണേലും കയറി വരികയൊക്കെ ചെയ്യാം. അച്ഛനെ അമ്മയും വിളിച്ചൊന്നും ഒരു പരിപാടിയും നടക്കില്ല. ഇപ്പം അങ്ങനെയല്ല, മൊത്തം പ്രൈവസിയാണ്. ഫോൺ ലോക്ക്ഡാണ്. അച്ഛനോ അമ്മയ്ക്കോ ഫോൺ തുറന്നു നോക്കാൻ പറ്റില്ല. ആ തുറന്നു നോക്കുന്നത് മോശമാണ് എന്ന് അച്ഛനും അമ്മയും വിചാരിക്കുന്നു. മകളുടെയോ മകൻ്റെയോ ഫോൺ തുറന്നു നോക്കാമോ? പാടില്ല. അവർക്ക് അവരുടെ പ്രൈവസി ഉണ്ട്. പ്രൈവറ്റ് മെസ്സേജാണ്, അത് ലോക്ക്ഡാണ്. നമ്പർ ലോക്ക് ഇട്ടിരിക്കുകയാണ്, പിന്നെ വിരലടയാളം വെച്ച് ലോക്ക് ചെയ്തിരിക്കുക. എന്തൊക്കെയാണ്! അപ്പോൾ മക്കളുടെ ജീവിതത്തിൽ അച്ഛനമ്മമാർക്ക് വലിയ നിയന്ത്രണമൊന്നുമില്ല. ഇവർ ചോദിക്കുമ്പോൾ പറയുന്നത്രയും കാശ് എണ്ണി കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ജോലിയും അച്ഛനും അമ്മയ്ക്കും ഇല്ല. അത് തന്നെ ഇപ്പോൾ ബൾക്കായിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. മകൾ കുറേശ്ശെ അത് വിഡ്രോ ചെയ്തിട്ട് തീരുമ്പോൾ അച്ഛനോട് പറയും, കാശ് തീരാറായി കേട്ടോ, കുറെ കൂടെ ഇടുന്ന് പറയും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സിസ്റ്റം. ആണും പെണ്ണും ഇടകലർന്ന് നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു പോകും. എന്നെയൊക്കെ ആൾക്കാർ പഴഞ്ചനെന്ന് പറയും. എറണാകുളത്തൊക്കെ കാണണം മറൈൻ ഡ്രൈവിലൊക്കെ നടപ്പ്. കോഴിക്കോട് കടപ്പുറത്ത് ഇതുപോലെ കെട്ടിമറിച്ചിൽ ഇച്ചിരി കൂടുതലായി കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം മഹിളാ മോർച്ചക്കാർ അമ്മമാർ ചൂലുമായിട്ട് വന്ന് എല്ലാത്തിനെയും അടിച്ചു ഓടിച്ചു. പോലീസുകാർ കൈയും കെട്ടി നിന്നു. ഓടറാ വീട്ടിൽ, പൊടി വീട്ടിലെന്ന് പറഞ്ഞിട്ട് അടിച്ചു ഓടിച്ച എല്ലാത്തിനെയും. കാരണം ഇതിനൊക്കെ ഒരു എന്തെങ്കിലും നിയന്ത്രണം വേണ്ടേ? ഇതിങ്ങനെ കൈവിട്ട് പോയിട്ട് ഈ ചെറുക്കൻ, 19 വയസ്സുള്ള ചെറുക്കൻ, ഒരു വർഷം കൊണ്ട് 180 പേരുടെ ഇതുപോലത്തെ വേണ്ടാത്ത വീഡിയോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോലീസ് പറയുന്നത് ഇത് വൻ സന്നാഹമാണ്. ഈ ചെറുക്കൻ പെണ്ണുങ്ങളെ ആകർഷിക്കുക എന്നുള്ള ജോലി മാത്രമേ ചെറുക്കനുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ ഇവരുടെ കൂടെ വൻ ഗ്യാങ് ഉണ്ട്. അതിൽ 2 പേരും കൂടെ ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. അതായത് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുക, അവിടുത്തെ മറ്റ് എക്സ്പെൻസസ് നോക്കുക, ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ, പെൺകുട്ടികളെ അവരെ ഹോട്ടലിൽ എത്തിക്കുകയും തിരിച്ച് കോച്ചിങ് ക്ലാസ്സിലോ വീട്ടിലോ അല്ലെങ്കിൽ വീട്ടിന് അല്പം ദൂരെയായിട്ടോ ഇറക്കി വിടുക. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുക, ബ്ലാങ്ക് ചെയ്യേണ്ട, മുഖം മറയ്ക്കേണ്ട സ്ഥലത്ത് മുഖം മറയ്ക്കുക. ഇതൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ട് പോൺ സൈറ്റുകൾക്ക് വിൽക്കുക. പോൺ സൈറ്റുകൾ ഇത് അപ്ലോഡ് ചെയ്യും. പോൺ സൈറ്റിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് വരും. അതുകൂടാതെ ഇത് പ്രൈവറ്റായിട്ട് ചില വീഡിയോ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പോലും, നമ്മളുടെ മാത്രം ആവശ്യത്തിന്, വേറെ ആരെയും ആ വീഡിയോ കാണിക്കില്ല. ശരിക്കും പറഞ്ഞാൽ എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയില്ലേ, അതുപോലത്തെ അമരാവതി ഫയൽസ് ആണ് പരിപാടി. പെൺകുട്ടികളെല്ലാം മൈനറാണ്, 16ഉം 17 വയസ്സും ഒക്കെ ഉള്ളവർ. ആൺകുട്ടിക്ക് 19 വയസ്സ്. ഇപ്പോൾ നമ്മുടെ കപിൽ സിബൽ, ഇന്ദിരാ ജയ്സിംഗ് ഇവരൊക്കെ ഇറങ്ങും. 19 വയസ്സ് ഒരു അങ്ങനെ വയസ്സാണോ? 18 കഴിഞ്ഞല്ലേ ഉള്ളൂ. 18ആണ് ഇതിൻ്റെ ബാരിയർ. ഞങ്ങൾ സമ്മതിക്കുന്നു യുവർ ലോഡ്ഷിപ്പ്. പക്ഷേ 18ഉം 19ഉം തമ്മിൽ ഫലത്തിൽ എന്താ വ്യത്യാസം? ഇപ്പം തന്നെ ഇവരുടെ ആർഗ്യുമെൻ്റ് എന്താണെന്നറിയാമോ? പെൺകുട്ടികളുടെ ഈ മൈനർ വയസ്സ് കുറയ്ക്കണം, അത് 14 ആക്കണം. കാരണം പെൺകുട്ടികളെ 14 വയസ്സ് മുതലൊക്കെ ദുരുപയോഗം ചെയ്യാൻ ഭംഗിയായിട്ട് ഒരു 13 വയസ്സ് മുതൽ നിങ്ങൾക്ക് ദുരുപയോഗം ചെയ്യാൻ പറ്റും. പെൺകുട്ടികളെ അത്യാവശ്യം വീഡിയോ എടുക്കാവുന്ന പരുവത്തിൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഈ തല്ലിപ്പൊളികൾക്കറിയാം. ഇവരെല്ലാം ഈ കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ്വി, ഇന്ദിരാ ജയ്സിംഗ്, വൃന്ദ ഗ്രോവർ ഇവരെല്ലാം ഇറങ്ങും ഈ കുറ്റവാളികൾക്ക് വേണ്ടിയിട്ട്. ഇപ്പം അവർ ചിണുങ്ങിയിരിക്കാൻ മിണ്ടില്ല. കേസ് വന്ന് ആദ്യത്തെ ജാമ്യാപേക്ഷയ്ക്ക് ഹാജരാകുന്ന വക്കീലിനെ നിങ്ങൾ നോക്കും. മിക്കവാറും ഞാനീ പറഞ്ഞ ഗ്രൂപ്പിൽ നിന്ന് ഒരാളായിരിക്കും. അവർ വന്നിട്ട് കോടതിയിൽ 18 അടവും പയറ്റി, എന്നിട്ട് ചെറുക്കനെ ഇറക്കിക്കൊണ്ട് പോരും.
പെണ്ണുങ്ങളോ എങ്ങനെയെങ്കിലും തൂങ്ങട്ടെ എന്ന് പറയും. സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചു. ആ മഹാരാഷ്ട്ര സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചു. എന്ത് ചെയ്തെന്നറിയാമോ? ഇവർ ഈ ചെറുക്കൻ്റെ പേര് തസ്നീന് ആയാസ്, 18 പേരോ മറ്റോ ഉണ്ട്. ആ പോലീസുകാർ ആ പേരൊക്കെ നിരത്തിയിട്ടുണ്ട്. ഇന്ന ഇന്ന പേരുകളിലെല്ലാം ഇവൻ അറിയപ്പെടുന്നു. ദൈവത്തിനറിയാം ഇവൻ്റെ യഥാർത്ഥ പേരെന്താ. അവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ 1-ാം നിലയ്ക്ക് കയറാനുള്ള ഒരു കോണിപ്പടിയുണ്ട്. അത് പുറത്തുകൂടെയാണ്, വീടിന് പുറത്തുകൂടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്ന കോണിപ്പടി. ആ കോണിപ്പടി കോർപ്പറേഷൻ ചട്ടം ലംഘിച്ചാണ് കെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ബുൾഡോസർ കൊണ്ടുപോയിട്ട് ആ കോണിപ്പടി അങ്ങ് ചുരണ്ടിയെടുത്തു. ആ ഡിമോളിഷൻ. യോഗി ആദിത്യനാഥ് യോഗി ആദിത്യനാഥ് അവിടെ കിടക്കുന്നു, ഈ ഉച്ചാളി പീസ് അവിടെ കിടക്കുന്നു. ഇങ്ങനത്തെ ഷോയെ കാണിച്ച് സർക്കാരിന് വേറെ എന്ത് ചെയ്യാൻ പറ്റും? വാസ്തവത്തിൽ വിത്തിൻ 48 hours മഹാരാഷ്ട്ര പോലീസിനെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ട് കഴിഞ്ഞാൽ 48 hours ഈ കംപ്ലീറ്റ് സാധനങ്ങളെ പൊക്കി അവരകത്താക്കും. അസാമാന്യ എഫിഷ്യൻസി ഉള്ളവരാണ്. വാസ്തവത്തിൽ ഇന്ത്യൻ പോലീസിൻ്റെ എഫിഷ്യൻസി നിങ്ങൾക്കറിയാം, അതിഭീകര എഫിഷ്യൻസി ഉള്ളവരാണ് ഇന്ത്യയിലെ സകല സംസ്ഥാനങ്ങളിലെയും പോലീസുകാർ. ഞാൻ അതിൻ്റെ ഒരു വിക്റ്റിം കൂടെയാണ്. എന്നെ 2-3 തവണ പോലീസ് പിടിച്ചിട്ടുണ്ട്, പല കാര്യങ്ങൾക്ക് പിടിച്ചു വിടുകയും ചെയ്തു. പക്ഷേ ഞാൻ അത് കഴിഞ്ഞ് സ്വയം പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് പോലീസിനെ അപ്രീഷിയേറ്റ് ചെയ്യാനാണ് തോന്നിയത്. കാരണം ഒരു പോലീസുകാരൻ ഒരാളെ പിടിക്കേണ്ട പോയിന്റിൽ തന്നെയാണ് അവരെന്നെ പിടിച്ചത്. ഞാൻ നിഷ്കളങ്കനായതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടു. ബട്ട് ഒരു കുറ്റവാളിയാണ് എന്ന് സംശയിക്കത്തക്ക എല്ലാ സാഹചര്യവും അവിടെ ഉണ്ടായി. അതുകൊണ്ടാണ് അവർ പിടിച്ചത്. അത്ര സൂക്ഷ്മദൃഷ്ടിയോടെ പ്രവർത്തിക്കുന്നവരാണ് ഇന്ത്യൻ പോലീസുകാരെ ഏത് സംസ്ഥാനത്താണെങ്കിലും. അപ്പം അതുകൊണ്ട് അവരുടെ പാട്ടിന് വിട്ടാൽ അവർ ഈ കേസ് പുഷ്പം പോലെ തെളിയിക്കും, വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ദേവേന്ദ്ര ഫഡ്നാവിസ് കൊടുക്കും എന്ന് ഞാൻ കരുതുന്നു. ബട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വലിയൊരു ട്രെൻഡാണ്. ഇപ്പം ഇനി ഇതിന് പ്രത്യാക്രമണമായിട്ട് വരാൻ പോകുന്നത് വിദ്യാഭ്യാസമുള്ള മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു. ലവ് ജിഹാദിൻ്റെ പേര് പറയുന്നു. ലവ് ജിഹാദ് ഇല്ലല്ലോ, ലവ് ജിഹാദ് ഉണ്ട് എന്ന് കൺമുമ്പിൽ ഇത് നടന്നു കഴിഞ്ഞാൽ പോലും കേരളത്തിലെ ഒരു ചാനലുകാരൻ പത്രക്കാരൻ സമ്മതിക്കില്ല. രമേശ് ചെന്നിത്തലയുടെ മുമ്പിൽ വെച്ച് ഒരു ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിം ഉപദ്രവിക്കുകയും പച്ചയ്ക്ക് അയാളെ രമേശ് ചെന്നിത്തലയെ തെങ്ങിൽ കെട്ടിയിടുക, വി ഡി സതീശനെ അടുത്ത തെങ്ങിൽ കെട്ടിയിടുക, എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് ബലാത്കാരം ചെയ്യുക. എന്നാൽ പോലും ഈ അധമന്മാര് ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞു. അത്രയ്ക്കാണ് റാഡിക്കൽ ഇസ്ലാമിനോടുള്ള അടിമത്വം. അത് ബെന്നി ബെഹനാനുണ്ട്, പിണറായി വിജയനുണ്ട്, മുഹമ്മദ് റിയാസിനുണ്ട്, അശോകൻ ചെരുവിനുണ്ട്, സകലവനുമുണ്ട്, സകല വൃത്തികെട്ടവനുമുണ്ട്. ഇവന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം ഇറക്കിയ പരസ്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ പരസ്യത്തിലെ നായകൻ ആരായിരുന്നു? വേടനായിരുന്നു. 10 ദിവസം ആ പരസ്യം ഓടി. അത് കഴിഞ്ഞ് തലയ്ക്ക് വെളിയിലുള്ള ആരോ പറഞ്ഞുകൊണ്ട് വേടൻ ബലാത്സംഗ കേസിലെ പ്രതിയാളാവൻ, അവൻ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൽ നിൽക്കുക, അവനെ വെച്ചാണോ പരസ്യം ചെയ്യുന്നത്? നാളെ വലിയ പ്രശ്നമാകും കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പരസ്യം പിൻവലിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ആ പരസ്യം. ഉദയസൂര്യൻ, അതിൻ്റെ നേർക്ക് വേടൻ നടക്കുന്നു, വേടൻ്റെ പിന്നാലെ ആയിരക്കണക്കിന് ജനം നടക്കുന്നു. എന്തായിരുന്നു പരിപാടി? അങ്ങനത്തെ അധമന്മാരാണ് ഇവരെല്ലാം. ഇവരൊക്കെ ബലാത്സംഗത്തിന് ചൂട്ടുപിടിക്കുന്നവരാണ്, കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയക്കാരും. അത് മുസ്ലിം ആണെങ്കിൽ അവർക്ക് വലിയ സന്തോഷം. അതല്ലെങ്കിൽ ഒരു ദളിത് ബ്രാഹ്മിൻ ദ്വന്ദ്വം കിട്ടണം, അപ്പോഴും അവർ മൂപ്പിക്കും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഈ ചെറുക്കൻ ഒരു ബ്രാഹ്മണനായിരിക്കുകയും പെൺകുട്ടികൾ ദളിതായിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അമ്മോ, ഇവിടെ വഴി നടക്കാൻ പറ്റില്ല. വഴി നടക്കുമ്പോൾ എന്നെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെയൊക്കെ വെറുതെ തല്ലും, ഇരിക്കട്ടെ 2 എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് മുസ്ലിം ആയതുകൊണ്ട് അറിഞ്ഞിട്ടേ ഇല്ല. ഈ പരിപാടി എത്ര കാലം ഇവർ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. എത്ര കാലം എത്ര എണ്ണം ഒളിച്ചു വയ്ക്കും? ഇതൊക്കെ മുഖത്ത് ചീമുട്ട വീഴുന്നത് പോലെ ഇത്തരം സംഭവങ്ങൾ വീണുകൊണ്ടിരിക്കുന്നു. അപ്പോഴും അത് തുടച്ചു കളഞ്ഞിട്ട് അവർ
ഹിന്ദുക്കളുടെ കുറ്റം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു സന്യാസി എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്വാമി കുക്കുടാനന്ദ ഇങ്ങനെ പറഞ്ഞു. ഏതാ ഈ കുക്കുടാനന്ദ? ഏതോ ഒറീസയിലെ കാട്ടിലുള്ള ഏതോ സ്വാമിയാണ്, അയാൾ ഭൂമി പരന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉടനെ അത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് കളിക്കുക. ഇങ്ങനത്തെ പരിപാടിയൊക്കെ വാസ്തവത്തിൽ നമ്മൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് വന്നിരിക്കുകയാണ്, പ്രത്യേകിച്ച് ലവ് ജിഹാദിൻ്റെ കാര്യത്തിൽ. ഇത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കുന്നു. ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു സംഘടന ഇല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സംഭവമില്ല എന്ന് പറയുന്നത് വെറും സാങ്കേതികമായ തർക്കം മാത്രമാണ്. അങ്ങനെ തർക്കിച്ച് തോൽപ്പിക്കാനുള്ള ഒരു വിഷയമല്ല ഇത്. ഇത് സീരിയസ് ആയിട്ട് നമ്മുടെ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിലുള്ളതൊക്കെ കോളേജുകളാണ്, കോച്ചിങ് സെൻറ്ററുകളാണ്, ഇതിനെ പറ്റിയ അന്തരീക്ഷമുണ്ട്, ഇതിനെ സഹായിക്കാൻ രാഷ്ട്രീയക്കാരുണ്ട്. മഹാരാഷ്ട്രയിലുണ്ട്, പിന്നെയല്ലേ കേരളത്തിൽ. അതുകൊണ്ട് അതിനൊന്നും ആളിൻ്റെ ഒരു കുറവും ഉണ്ടാവില്ല. വളരെ ഭംഗിയായിട്ട് കേരളത്തിലും ഇത് നടക്കുന്നുണ്ടാകും. ഒരു ദിവസം ഏതെങ്കിലും ഒരെണ്ണം പിടിക്കപ്പെടുകയോ അത് വൈറ്റ് വാഷ് ചെയ്യാൻ ആൾ കൂടുകയോ ഒക്കെ ചെയ്ത് 4 ദിവസം കഴിയുമ്പോൾ നമ്മളങ്ങ് മറക്കും. നമുക്കും ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും. പക്ഷേ ഈ അപകടം നമ്മുടെ വീട്ടുവാതിക്കൽ എത്തിയിരിക്കുന്നു. എന്ത് ചെയ്യണം എന്ന് എല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുക്കുക. താങ്ക് യു.